ഹലോ, ഞാൻ ജാനകിയാണ്. ഇതെൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. വലിയ സംഭവബഹുലമായ ബർത്ത്ഡേ ഒന്നും ആയിരുന്നില്ല, പക്ഷേ എൻ്റെ 13th ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ 8th ഗ്രേഡിലായി. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് വലിയച്ഛനും അപ്പൂപ്പനൊക്കെ തിരക്കാം. അപ്പോൾ നമ്മളൊന്നും അങ്ങനെ നടത്തിയൊന്നുമില്ല. പിന്നെ ലാസ്റ്റ് ഇയർ അത്യാവശ്യം ചെറുതായിട്ട് പാർട്ടിമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇപ്രാവശ്യം ഇങ്ങനെ തന്നെ പോട്ടെ. നോക്ക് ഫ്രണ്ട് പേജ് കാണിക്കേ. ഇന്നത്തെ ന്യൂസ് പേപ്പറാ. അയ്യോ, കുഞ്ഞച്ചിട്ടാണല്ലേ തോന്നി. നല്ല ഭംഗിയുണ്ട്. ഇത് കുഞ്ഞേച്ചി എനിക്ക് പ്രിപ്പയർ ചെയ്തെന്ന ന്യൂസ് ലെറ്ററാണ് കേട്ടോ. എനിക്ക് നല്ലോണം ഇഷ്ടമായി. ഇന്നലെ ഞങ്ങൾ കുഞ്ഞേച്ചിനെയും വല്യമ്മേനെയും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ എൻ്റെ ഗിഫ്റ്റ്സ് സീക്രട്ട്ലി എക്സ്ചേഞ്ച് ചെയ്തു. ഇങ്ങനെയൊക്കെ കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്തതാണ് കേട്ടോ. ഇതൊരു സ്പെഷ്യൽ ചോക്ലേറ്റ് ടോഫി ഉണ്ടോ. ഞാൻ കുറേ നാളായിട്ട് അമ്മയോട് പറയുന്നുണ്ടായിരുന്നു, അമ്മ ഒന്ന് മേടിച്ചു തരുമോ. ഇതൊരു ബിഗ് ബെയർ ഫാംസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ടോഫി ഉണ്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരമൽ ടോഫി, പക്ഷെ ചോക്ലേറ്റ് ടേസ്റ്റ്. അച്ഛൻ ഇന്നലെ രാത്രി എനിക്ക് തന്നിട്ടാ വാച്ച്. നല്ല വാച്ച് ബാക്ക്. ഞാൻ വേണം വാച്ചെന്ന് പറഞ്ഞിരിക്കുന്നു. ഓ, നല്ല ഭംഗിയുണ്ട്. സ്പെഷ്യൽ അത് കസ്റ്റമൈസ്ഡ് ചോപ്സ്റ്റിക്കാ. വല്യമ്മ പേര് നല്ലതാ. നല്ല കളറും. എനിക്ക് ഇത് കളർ ഭയങ്കര ഇഷ്ടമാണ്. നല്ലോണം ഇഷ്ടമായി. ഇന്ന് എനിക്ക് എന്തായാലും എൻ്റെ അച്ഛൻ സാധനങ്ങളൊക്കെ സമയമില്ലാത്ത ഞാൻ നാളെ മുതൽ പഠിച്ചുകൊണ്ട്. താങ്ക് യു വല്യമ്മ, ഏട്ട, വല്യച്ഛ, കുഞ്ഞേച്ചി. താങ്ക് യു അമ്മ, അച്ഛാ. ഇഷ്ടമായത് എനിക്കിതാ. ഞാനത് വന്നിട്ട് വായിക്കാം. ഇരുന്ന് കുത്തിയിരുന്ന് ഞാൻ വായിക്കും. താങ്ക് യു. ഞാൻ സ്കൂളിൽ പോകാൻ റെഡിയായി. ഞാൻ സ്കൂളിലേക്ക് ചോക്ലേറ്റ്സ് അല്ലാട്ടോ കൊണ്ടുപോകുന്നത്. ഈ വർഷത്തെ പുതിയ റൂളാണ്, ബർത്ത്ഡേസിന് സ്വീറ്റ്സ് കൊണ്ടുപോകാൻ പാടില്ല എന്ന്. അപ്പോൾ ഞാൻ ഫ്രണ്ട്സിന് ഇറേസേഴ്സും ഷാർപ്പനേഴ്സും ആണ് കൊടുക്കണേ. പിന്നെ ടീച്ചേഴ്സിന് റെഡ് പെന്നും. ബർത്ത്ഡേ ഡ്രസ്സും മിന്ത്രയിൽ മേടിച്ചാണ് കേട്ടോ. എല്ലാവിടെ നിന്നും ഞാൻ മേടിക്കാറ്. പിന്നെ അതേ ഒരു ഇൻഫിനിറ്റിയുടെ പെൻഡന്റും അതിന് മാച്ചിങ് ആയിട്ടുള്ള റിങ് ഞാൻ മേടിച്ചു കേട്ടോ. പിന്നെ ഈ ഒരു ഇയറിങ് ചെറിയമ്മ ലാസ്റ്റ് ടൈം ചെന്നൈയിൽ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. അങ്ങനെ ഞാൻ സ്കൂളെത്തി. ഇനി സ്കൂളിൽ നിന്ന് വന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയാട്ടോ. അങ്ങനെ ഞാൻ ക്ലാസ് കഴിഞ്ഞ് എത്തി. എല്ലാവർക്കും ഞാൻ കൊടുത്ത ഷാർപ്നേഴ്സ് ഇറേസേഴ്സ് ഇഷ്ടമായി എന്നാണ് തോന്നണത്. എനിക്ക് നവനീതും നിലീനാൻറ്റിയും നെയിൽ പെയിന്റും അതുപോലെ തന്നെ പെന്നും തന്നു കേട്ടോ. താങ്ക് യു ആൻറ്റി. അങ്ങനെ ഞങ്ങൾ എൻ്റെ കേക്ക് മേടിക്കാൻ വേണ്ടി വന്നു കേട്ടോ. ഞങ്ങൾ അമ്മാസ് പേസ്ട്രീസ് ചായക്കുടിയിലാണ് വന്നത്. ഒരാഴ്ച മുമ്പേ ഞങ്ങൾ ഡിസൈനൊക്കെ കൊടുത്ത് അവർ ഓക്കെയൊക്കെ പറഞ്ഞു കേട്ടോ. ഇതായിരുന്നു ഡിസൈൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3:30 അവർ വന്നോളാനാണ് പറഞ്ഞത്. റെഡി ആയിരിക്കുന്നൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ട് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് എത്താനായി 4:30 ആയി. എന്നിട്ട് അവർ പറയണം നമ്മുടെ ഓർഡർ വേറെ ഏതോ ഓർഡർ ആയിട്ട് തെറ്റിപ്പോയി. അപ്പോൾ എൻ്റെ കേക്കിൻ്റെ പിക്കപ്പ് ടൈം അവർ റെഡിയാക്കി വെച്ചത് 5:30 ചുരുക്കി പറഞ്ഞാൽ എൻ്റെ കേക്ക് റെഡിയായിട്ടേ ഉണ്ടായിരുന്നില്ല. എന്നിട്ടൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് എൻ്റെ കേക്ക് കിട്ടിയത്. എന്നാൽ ശരി, കേക്കിന് ഭംഗിയുണ്ട്. ഒരു തട്ടിപ്പ് കേക്കായിരുന്നു കേട്ടോ. ഡിസൈൻ മാതിരിയൊക്കെ ഉണ്ടായിരുന്നു, ചെറുതായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് റിസ്ട്രിക്ഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കേക്കിന് ഒരു വൃത്തി ഉണ്ടായിരുന്നില്ല. അതായത് ഞാൻ ഉദ്ദേശിച്ചതിനും കൂടി ഒന്ന് പെർഫെക്ഷൻ ഒട്ടും ഉണ്ടായിരുന്നില്ല. എന്നാലും പക്ഷെ ടേസ്റ്റ് ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും ഇത്തിരി ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു ഞങ്ങൾ.
അടുത്ത കാര്യം, അവരുടെ സ്റ്റാഫ് ഒട്ടും അപ്പോളജറ്റിക് ആയിരുന്നില്ല. നമ്മളെന്തോ തെറ്റ് ചെയ്ത മാതിരിയാണ് അവരുടെ മുഖം ഇരിക്കേണ്ടായിരുന്നത്. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് എൻ്റെ ഒരു ചെറിയ ബർത്ത്ഡേ ഇവിടെ തീർന്നു. എൻ്റെ ബർത്ത്ഡേ ശരിക്കും August 11 ഞാൻ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യണത്. എന്തായാലും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.